നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ചിലർ മാത്രം വിജയിക്കുന്നത്? അവർക്ക് മാത്രമായി എന്തെങ്കിലും രഹസ്യമുണ്ടോ? നിങ്ങൾ വലിയ സ്വപ്നങ്ങളുള്ള ഒരു സാധാരണക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവരാണെങ്കിൽ, ഈ നിമിഷം മുതൽ നിങ്ങൾ അറിയാൻ പോകുന്ന സത്യം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ ആയേക്കാം. നമ്മളെല്ലാവരും വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് വലിയ ഉയരങ്ങളിൽ എത്താൻ കൊതിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി പരിവർത്തനം ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത് വലിയ വിപ്ലവങ്ങളല്ല, മറിച്ച് ചെറിയ അദൃശ്യമായ ഒരു ശക്തിയാണ്. ഒരു അണുവിന്റെ വലുപ്പമുള്ള ശക്തി. ആ ശക്തി നിങ്ങൾ ഇന്ന് സ്വന്തമാക്കാൻ പോവുകയാണ് ഈ വീഡിയോയിലൂടെ. സോ ഫ്രണ്ട്സ്, ഇന്ന് ഓഡിയോപീഡിയ പങ്കുവെക്കുന്നത് ജെയിംസ് ക്ലിയർ എഴുതിയ ആറ്റമിക് ഹാബിറ്റ്സ് എന്ന വളരെ മനോഹരമായ ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ശക്തി എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇവിടെ നിങ്ങൾ പഠിക്കും. ഈ വീഡിയോ കാണുന്ന സമയം ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടബോധം ഉണ്ടാക്കില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മൂല്യവത്തായ നിമിഷങ്ങളാകാം ഇത്. അപ്പോൾ തയ്യാറാകൂ മാറ്റത്തിന്റെ ലോകത്തേക്ക്. ചാപ്റ്റർ 1, അത്ഭുതകരമായ വളർച്ചയുടെ ശക്തി, ദി പവർ ഓഫ് ടൈനി ഗെയിൻസ്. നമ്മുടെ ആദ്യത്തെ പാഠം ഒരു കണക്കാണ്. എന്നാൽ അതൊരു സാധാരണ കണക്കല്ല. ജീവിതം മാറ്റുന്ന ഒരു മാജിക് ഫോർമുലയാണ്. നിങ്ങൾ ദിവസേന 1% മെച്ചപ്പെട്ടാൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ 37 മടങ്ങ് മെച്ചപ്പെട്ടിരിക്കും. നേരെ മറിച്ച് ദിവസവും 1% മോശമായാലോ നിങ്ങൾ 0ലേക്ക് താഴുകയും ചെയ്യും. ജെയിംസ് ക്ലിയർ ഈ വളർച്ചയെ വളർച്ചയുടെ മാന്ത്രികത എന്നാണ് വിളിക്കുന്നത്. ഇതൊരു കഥ പോലെ ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഒരു വലിയ മതിൽ തകർക്കാൻ ശ്രമിക്കുന്നു. ഒരു ചുറ്റിക എടുത്ത് ആഞ്ഞടിക്കുന്നു. മതിൽ തകരുന്നില്ല. നിങ്ങൾക്ക് നിരാശയാകും ഫലം. എന്നാൽ ഒരു മരപ്പണിക്കാരൻ ചെയ്യുന്നത് എന്താണെന്നോ? തുടർച്ചയായി അദ്ദേഹം ചെറിയ ചെറിയ അടികൾ അടിക്കും. പതുക്കെ പതുക്കെ അത് ആ മതിലിനെ തകർക്കും. എത്ര വലിയ മതിലാണെങ്കിലും അതിനെ തകർക്കാൻ ഈ ചെറിയ അടികൾ മതി എന്നാണ് ഇതിന്റെ അർത്ഥം. ഓരോ തവണ നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യവും, ഒരു പേജ് വായിക്കുന്നത്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത്, 5 മിനിറ്റ് വ്യായാമം ചെയ്യുന്നത്, ഇവയൊന്നും ഒറ്റയ്ക്ക് ഒരു മാറ്റവും വരുത്തില്ല. പക്ഷേ കൺസിസ്റ്റന്റായി നിങ്ങൾ അത് ചെയ്യുമ്പോൾ, നിരന്തരമായി നിങ്ങൾ അതിനെ പിന്തുടരുമ്പോൾ, അത് നിങ്ങളുടെ ഭാവിയെ നിർണയിക്കും. അതുകൊണ്ട് ഇനി മുതൽ വലിയ ലക്ഷ്യങ്ങളെക്കുറിച്ചോ വലിയ മാറ്റങ്ങളെക്കുറിച്ചോ ചിന്തിച്ച് ആവലാതിപ്പെടേണ്ട ആവശ്യമില്ല. ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മാത്രം മതി. ഇന്നത്തെ 1% മെച്ചപ്പെടുത്തലിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ആ 1% മെച്ചപ്പെടുത്തൽ നിങ്ങളെ 100% മാറ്റിമറിക്കും. ചാപ്റ്റർ 2, ഐഡന്റിറ്റിക്ക് പ്രഥമ പരിഗണന നൽകുക. ഫോക്കസ് ഓൺ ഐഡന്റിറ്റി, നോട്ട് ഗോൾസ്. നിങ്ങളുടെ ലക്ഷ്യം ഭാരം കുറയ്ക്കുക എന്നാണെങ്കിൽ നിങ്ങൾ ശ്രമിക്കുന്നത് ഒരു ഫലം നേടാനാണ്, അതായത് ഒരു ഔട്ട്കമ്മിന് വേണ്ടി. എന്നാൽ നിങ്ങളുടെ ലക്ഷ്യം ഞാൻ ആരോഗ്യവാനായ ഒരു വ്യക്തിയായി മാറണം എന്നാണെങ്കിലോ? ഇതാണ് ഐഡന്റിറ്റി അടിസ്ഥാനമാക്കിയുള്ള ശീലം എന്ന് പറയുന്നത്. ഐഡന്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്. നമ്മുടെ ശീലം മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് എനിക്ക് എന്ത് ഫലമാണ് വേണ്ടത് എന്നല്ല, മറിച്ച് ഞാൻ ആരാകാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ്. ഉദാഹരണത്തിന്, എഴുതാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ ഇന്നൊരു ലേഖനം എഴുതണം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഞാനൊരു എഴുത്തുകാരനാണ്, എഴുതുക എന്നത് എന്റെ ജോലിയാണ്, എനിക്ക് നല്ലൊരു എഴുത്തുകാരനാകണം എന്ന് ചിന്തിക്കുമ്പോഴാണ് അവിടെ മാറ്റം സംഭവിക്കുക. നിങ്ങൾ പുതിയ ശീലങ്ങൾ വളർത്തുന്നത് നിങ്ങൾ ആരാണെന്ന് തെളിയിക്കാനുള്ള ഒരു മാർഗമായി കാണുക. ഓരോ തവണ നിങ്ങൾ ചെയ്യുന്ന നല്ല ശീലവും നിങ്ങളുടെ പുതിയ ഐഡന്റിറ്റിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒന്നായി മാറണം. നിങ്ങൾ എത്ര വോട്ടുകൾ ശേഖരിക്കുന്നുവോ അത്രത്തോളം ആ ഐഡന്റിറ്റി ശക്തമാകും. എഴുതുന്ന ഒരാളാകാൻ നിങ്ങൾ എഴുതണം. ഫിറ്റ്നസ് ഉള്ള ഒരാളാകാൻ നിങ്ങൾ എന്നും വ്യായാമം ചെയ്യണം. ഇത് വളരെ ലളിതമായി മനസ്സിലാക്കിയെടുക്കാവുന്നതേയുള്ളൂ. എത്രമാത്രം ലളിതമാണോ അത്രത്തോളം ശക്തവുമാണ് ഈ കാര്യം. ചാപ്റ്റർ 3, 4 നിയമങ്ങളുടെ ചട്ടക്കൂട്, ദി 4 ലോസ് ഓഫ് ബിഹേവിയർ ചേഞ്ച്. നമ്മുടെ മോശം ശീലങ്ങൾ മാറ്റാനും നല്ല ശീലങ്ങൾ ആരംഭിക്കാനും ജെയിംസ് ക്ലിയർ 4 ലളിതമായ നിയമങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇതൊരു രഹസ്യ ഫോർമുല പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതിൽ ആദ്യത്തെ നിയമം ദൃശ്യമാക്കുകയാണ്. മേക്ക് ഇറ്റ് ഒബ്വിയസ്. നമ്മുടെ ചുറ്റുപാടാണ് നമ്മുടെ ശീലങ്ങളെ നിയന്ത്രിക്കുന്നത്. നിങ്ങളുടെ നല്ല ശീലങ്ങൾ എളുപ്പത്തിൽ കാണാൻ കഴിയുന്ന രീതിയിൽ സജ്ജമാക്കുക. ഉദാഹരണത്തിന്, വ്യായാമം ചെയ്യാനുള്ള ഷൂസ് വാതിൽക്കൽ വെക്കുക, വായിക്കാനുള്ള പുസ്തകങ്ങൾ മേശപ്പുറത്തോ കൺവട്ടത്തോ വെക്കുക എന്നിങ്ങനെയൊക്കെ. അതേപോലെ തന്നെ മോശം ശീലം ഒഴിവാക്കാൻ
അത്തരം ശീലങ്ങളെ അദൃശ്യമാക്കുകയും വേണം. ഉദാഹരണത്തിന്, കിടക്കാൻ നേരം മൊബൈൽ നോക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ കിടക്കുന്നതിന് മുൻപ് ഫോൺ മറ്റൊരു മുറിയിൽ വെക്കുക. എന്നും മിഠായി കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ മിഠായി വാങ്ങി സ്റ്റോർ ചെയ്യാതിരിക്കുക. ഇങ്ങനെയൊക്കെ. ഇനി രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് ആകർഷകമാക്കുകയാണ്. മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. നല്ല ശീലത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുമായി ബന്ധിപ്പിക്കുക. ഇതിനെ ജെയിംസ് ക്ലിയർ ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന്, ഞാൻ വ്യായാമം ചെയ്തതിന് ശേഷം മാത്രം മൊബൈൽ ഫോൺ നോക്കും. വായിക്കാനുള്ള പുസ്തകത്തിന്റെ 4 പേജ് വായിച്ച ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പല്ല് തേച്ചതിന് ശേഷം 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യും. ഇങ്ങനെയൊക്കെ നമ്മൾ എന്നും ചെയ്യുന്നവയുമായി കണക്ട് ചെയ്ത് പുതിയ ശീലങ്ങൾ പരിശീലിക്കാൻ ശ്രമിക്കുക. ഇവ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഏറെ ബുദ്ധിമുട്ടുള്ള ശീലങ്ങൾ ചെയ്യുമ്പോൾ സ്വയം അഭിനന്ദിക്കുകയും അവയ്ക്ക് വേണമെങ്കിൽ സ്വയം സമ്മാനങ്ങൾ നൽകുകയുമാകാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശീലങ്ങൾ ഏറെ ആകർഷകമായി മാറും. ഇനി മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് എളുപ്പമാക്കുകയാണ്. മേക്ക് ഇറ്റ് ഈസി. ശീലം തുടങ്ങാനുള്ള പ്രതിരോധം, ഫ്രിക്ഷൻ കുറയ്ക്കുകയാണ് ഇതിലെ ആദ്യത്തെ വഴി. ഒരു നല്ല ശീലം തുടങ്ങാൻ എടുക്കുന്ന സമയം 2 മിനിറ്റിൽ താഴെയാക്കുക. ഞാൻ 30 മിനിറ്റ് വ്യായാമം ചെയ്യും എന്നതിന് പകരം ഞാൻ 2 മിനിറ്റ് സ്ട്രെച്ച് ചെയ്യും എന്ന് ചിന്തിക്കുക. തുടങ്ങുക എന്നതാണ് ഏറ്റവും പ്രധാനം. തുടങ്ങുന്നത് ലളിതമായാണെങ്കിൽ അത് പിന്തുടരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. നാലാമത്തെ റൂൾ എന്ന് പറയുന്നത് സംതൃപ്തിയാണ്. മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈയിങ്. നല്ല ശീലങ്ങൾ ഒരു തൽക്ഷണ പ്രതിഫലം നൽകണം. ഉദാഹരണത്തിന്, ഒരു ശീലം ചെയ്തയുടൻ കലണ്ടറിൽ നിങ്ങൾ അത് രേഖപ്പെടുത്തുക. ഇതിനെ ഹാബിറ്റ് ട്രാക്കിംഗ് എന്ന് പറയും. നിങ്ങൾ എന്നും വ്യായാമം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇന്ന് 10 മിനിറ്റ് വ്യായാമം ചെയ്തു തുടങ്ങി എന്ന് കരുതുക. വ്യായാമത്തിന് ശേഷം ഡയറിയിലോ കലണ്ടറിലോ മാർക്ക് ചെയ്തു വെക്കുക. പിറ്റേന്നും ഇങ്ങനെ ചെയ്യുക. ഇത് നിങ്ങൾക്ക് മോട്ടിവേഷനും എനർജിയും നൽകും. നിങ്ങൾക്ക് സാധിക്കുമെന്ന ഒരു ആത്മവിശ്വാസം ഇത് നിങ്ങളിൽ ഉണ്ടാക്കും. അതേസമയം മോശം ശീലങ്ങൾ പിന്തുടരുമ്പോൾ നേരെ തിരിച്ച് ഉടൻ തന്നെ സ്വയം ഒരു ശിക്ഷയും നൽകണം. നിങ്ങളുടെ മുന്നിൽ തന്നെ ശീലങ്ങളുടെ കണക്ക് സൂക്ഷിക്കുമ്പോൾ അത് തുടരാനുള്ള പ്രേരണ ഉള്ളിൽ ശക്തമായി ഉണ്ടാകും. ചാപ്റ്റർ 4, ശീലങ്ങളുടെ കൂമ്പാരം. ഹാബിറ്റ് സ്റ്റാക്കിംഗ്, ദ ഗ്ലൂ ഓഫ് ഹാബിറ്റ്സ്. നമ്മുടെ തലച്ചോറ് പുതിയ ശീലങ്ങൾ ഉണ്ടാക്കുന്നത് നിലവിലുള്ള ശീലങ്ങളുമായി അവയെ ബന്ധിപ്പിക്കുമ്പോഴാണ്. ഇതാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ്, ശീലങ്ങളുടെ കൂമ്പാരം എന്ന് പറയുന്നത്. എന്ത് ശീലവും പിന്തുടരാൻ എളുപ്പമുള്ള ഒരു മാർഗമാണിത്. കുറച്ചു മുമ്പ് നമ്മൾ ഹാബിറ്റ് സ്റ്റാക്കിങ്ങിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അതല്പം കൂടി ഇവിടെ വിശദമായി പറയാം. ഇതിന്റെ ഫോർമുല ഇതാണ്: ഇപ്പോൾ ചെയ്യുന്ന കാര്യം കഴിഞ്ഞാൽ പുതിയ ശീലം ചെയ്യും എന്നത്. ഉദാഹരണത്തിന്, രാവിലെ കാപ്പി കുടിച്ച ശേഷം അടുത്ത 10 മിനിറ്റ് പുസ്തകം വായിക്കുക. ഇതിൽ കാപ്പി കുടിക്കുക എന്ന് പറയുന്നത് നിലവിലുള്ള ശീലമാണ്. പുസ്തകം വായിക്കുന്നത് പുതിയ ശീലവും. ഇങ്ങനെ നിലവിലുള്ള ശീലത്തെ പുതിയ ശീലവുമായി കണക്ട് ചെയ്തു വെക്കുമ്പോൾ പുതിയ ശീലം പിന്തുടരാൻ എളുപ്പമായിരിക്കും. ശീലങ്ങൾ തുടങ്ങുമ്പോൾ അതിനൊരു കൃത്യമായ സ്ഥലവും സമയവും നൽകുക. അവ്യക്തമായ ലക്ഷ്യങ്ങൾ ഉപേക്ഷിക്കുക. കൂടുതൽ വായിക്കണം എന്നതിന് പകരം രാവിലെ 8 മണിക്ക് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് 10 മിനിറ്റ് ഞാൻ വായിക്കുമെന്ന് കൃത്യമായി തീരുമാനമെടുക്കുക. ഇത്തരത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കുക. എവിടെ, ഏത് സമയം, എത്ര പേജ് വായിക്കും, അല്ലെങ്കിൽ ഏത് സമയം നിങ്ങൾ എത്ര മിനിറ്റ് വ്യായാമം ചെയ്യും, ഇങ്ങനെയൊക്കെ തീരുമാനങ്ങൾ കൈക്കൊള്ളുക. ഇത് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ ശീലങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രേരണാ സൂചനയായി മാറും. ചാപ്റ്റർ 5, മോശം ശീലങ്ങൾ അവസാനിപ്പിക്കുക. ബ്രേക്കിംഗ് ബാഡ് ഹാബിറ്റ്സ്. നല്ല ശീലങ്ങൾ എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് നമ്മളിപ്പോൾ കണ്ടില്ലേ. ഇനി എങ്ങനെയാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന മോശം ശീലങ്ങളെ ഇല്ലാതാക്കുക? ഇതിനും നേരത്തെ പറഞ്ഞ 4 നിയമങ്ങളുടെ വിപരീതം ഉപയോഗിക്കാം. അതിൽ ആദ്യത്തേത് അദൃശ്യമാക്കുക. മേക്ക് ഇറ്റ് ഇൻവിസിബിൾ. മോശം ശീലങ്ങളെ ഉണർത്തുന്ന എല്ലാ സൂചനകളും നിങ്ങളുടെ കാഴ്ചയിൽ നിന്ന് മാറ്റി നിർത്തുക. TV കണ്ടുകൊണ്ടിരിക്കാനുള്ള ശീലമുണ്ടെങ്കിൽ റിമോട്ട് ഒരു കബോർഡിൽ പൂട്ടിവെക്കുക. സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ടെങ്കിൽ ആപ്പുകൾ ഫോണിന്റെ അവസാനത്തെ പേജിലേക്ക് മാറ്റുക എന്നിങ്ങനെയൊക്കെ. രണ്ടാമത്തെ നിയമം ആകർഷകമല്ലാതാക്കുക എന്നതാണ്. മേക്ക് ഇറ്റ് അൺഅട്രാക്റ്റീവ്. മോശം ശീലങ്ങളുടെ ദോഷഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഉദാഹരണത്തിന്, ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ അത് നിങ്ങളുടെ ദീർഘകാല ആരോഗ്യത്തെ എങ്ങനെ നശിപ്പിക്കുമെന്ന് ഓർക്കുക. അത് തൽക്ഷണ ആനന്ദം നൽകുമെങ്കിലും ഭാവിയിലെ നഷ്ടം എത്ര വലുതാണെന്ന് ചിന്തിച്ചു നോക്കുക. മൂന്നാമത്തെ നിയമം ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട്.
മോശം ശീലം ചെയ്യാൻ കൂടുതൽ പരിശ്രമം വേണ്ടിവരുന്ന ഒരു തടസ്സം സൃഷ്ടിക്കുക. ഉദാഹരണത്തിന്, ക്രെഡിറ്റ് കാർഡ് വീട്ടിൽ വെച്ചിട്ട് മാത്രം ഷോപ്പിങ്ങിന് പോകുക. ഇത് കൂടുതൽ ഷോപ്പ് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു നിർത്തും. ഈ ചെറിയ പ്രതിരോധം പോലും നിങ്ങളെ ഒരു ദുശീലം ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കും. ഇനി 4ാമത്തെ നിയമം അസന്തുഷ്ടമാക്കുകയാണ്. മേക്ക് ഇറ്റ് അൺസാറ്റിസ്ഫൈയിങ്. മോശം ശീലം ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഉടൻ തന്നെ ഒരു നഷ്ടമുണ്ടാക്കുന്നു എന്ന് ഉറപ്പാക്കുക. ഒരു ഹാബിറ്റ് പാർട്ട്ണറെ കണ്ടെത്തുക. നിങ്ങൾ ആ ശീലം തെറ്റിച്ചാൽ അയാൾക്കൊരു തുക പിഴയായി നൽകുമെന്ന് സ്വയം വാക്ക് കൊടുക്കുക. അദ്ദേഹത്തോടും അത് പറയുക. ഇത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടാക്കും. ബാഹ്യമായ ഒരു ഉത്തരവാദിത്വം നിങ്ങളെ ട്രാക്കിൽ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. ചാപ്റ്റർ 6 ഗോൾഡി ലോക്സ് സോൺ ഒപ്റ്റിമൽ പെർഫോമൻസ്. വിജയികൾ ഒരിക്കലും ഒരിടത്ത് തന്നെ നിൽക്കുന്നില്ല. അവർ ഗോൾഡി ലോക്സ് സോൺ എന്ന് വിളിക്കുന്ന ഒരവസ്ഥയിൽ സ്വയം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ആറ്റമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ ഇതിന്റെ രചയിതാവ് ജെയിംസ് ക്ലിയർ ഗോൾഡി ലോക്സ് സോൺ എന്നൊരാശയം പങ്കുവെക്കുന്നുണ്ട്. ഇത് അടിസ്ഥാനപരമായി ഏറ്റവും മികച്ച പ്രചോദനവും ഉൽപാദനക്ഷമതയും നിലനിർത്താൻ സഹായിക്കുന്ന ഒരു പ്രവർത്തന നിലയാണ്. ഗോൾഡി ലോക്സ് സോൺ എന്ന ആശയം വന്നത് ഗോൾഡി ലോക്സും 3 കരടികളും എന്ന ഇംഗ്ലീഷ് കഥയിൽ നിന്നാണ്. ഈ കഥയിലെ കുട്ടിക്ക്, അതായത് ഗോൾഡി ലോക്സിന്, എല്ലാം വളരെ ചൂടുള്ളതോ വളരെ തണുത്തതോ ആയ സാധനങ്ങൾ വേണ്ട. മറിച്ച് കൃത്യമായ താപനിലയിലുള്ള കാര്യങ്ങളാണ് ഗോൾഡി ലോക്സിന് ആവശ്യം. അതുപോലെ തന്നെ നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കാനും ഒരു ശീലം തുടരാനുമുള്ള ഏറ്റവും അനുയോജ്യമായ അവസ്ഥയാണ് ഗോൾഡി ലോക്സ് സോൺ എന്ന് പറയുന്നത്. ഇനി ഗോൾഡി ലോക്സ് സോൺ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ അവിടെ 3 കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. 1 സാഹചര്യം, 2 ജോലിയുടെ നിലവാരം, 3ാമത്തത് ഫലം, അതല്ലെങ്കിൽ മാനസികാവസ്ഥ. ഈ രീതിയിൽ 3 കാറ്റഗറിയായി നിങ്ങളുടെ ജോലിയുടെ സ്വഭാവം നിങ്ങൾ തിരിച്ചറിയുക. സാഹചര്യം എന്ന് പറയുന്നതിന് താഴെ വളരെ എളുപ്പമാണോ, വളരെ ബുദ്ധിമുട്ടുള്ളതാണോ, അതല്ലെങ്കിൽ വളരെ സമ്മിശ്രമായിട്ടുള്ളതാണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. 2ാമത്തത് ജോലിയുടെ നിലവാരമാണ്. ഇത് നിങ്ങളുടെ കഴിവുകൾക്ക് താഴെയാണോ, അതല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾക്ക് മുകളിലാണോ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾക്ക് ചെറിയ വെല്ലുവിളി നൽകുന്നതാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. 3ാമത്തെ കാര്യം ഫലം അല്ലെങ്കിൽ മാനസികാവസ്ഥ നിർണയിക്കുകയാണ്. വിരസത ഉണ്ടാക്കുന്നതാണോ, വിഷമവും ഫ്രസ്ട്രേഷനും ഉണ്ടാക്കുന്നതാണോ ജോലി, അതല്ലെങ്കിൽ പൂർണ്ണമായ ശ്രദ്ധയും സമയവും അതിൽ നിലനിർത്താൻ സാധിക്കുന്നതും സമയം പോകുന്നത് അറിയുന്നുമില്ലാത്ത ജോലിയാണോ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നും നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏത് ജോലിയെയും മാർക്ക് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും. ഗോൾഡി ലോക്സ് സോൺ എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളുടെ നിലവിലെ കഴിവുകളേക്കാൾ 4% മാത്രം ബുദ്ധിമുട്ടുള്ള ഒരു പരിധിയിലായിരിക്കണമെന്നാണ് ജെയിംസ് ക്ലിയർ പറയുന്നത്. ഇനി ഈ ഗോൾഡി ലോക്സ് സോൺ എന്ന് പറയുന്നതിന് ശീലങ്ങളിൽ എന്താണ് പ്രാധാന്യം എന്ന് നോക്കാം. ജോലിയുടെ കാര്യം പറഞ്ഞ പോലെ ശീലങ്ങളെയും നിങ്ങൾക്ക് ഇതുപോലെ തരംതിരിക്കാം. വളരെ പ്രയാസമായ ശീലമാണോ, എളുപ്പമുള്ള ശീലമാണോ, അതുപോലെ നിങ്ങളുടെ കപ്പാസിറ്റിക്ക് മുകളിലാണോ താഴെയാണോ ശീലങ്ങൾ, പിന്നെ ആ ശീലത്തിന്റെ ഫലം എന്താണ്, അത് നിങ്ങളിൽ എന്ത് മാനസികമായ മാറ്റമാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തി വെക്കുക. ഇതിലെല്ലാം ശീലങ്ങൾ ബുദ്ധിമുട്ടേറിയതോ അനായാസമായതോ ആകരുത്. പകരം അത് ചാലഞ്ചിങ്ങും അതേസമയം തന്നെ ആകർഷകവും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതുമായിരിക്കണം. നിങ്ങൾക്കേറെ ബുദ്ധിമുട്ടുള്ളതുമാകരുത്, എന്നാൽ നിങ്ങളെ വളർത്തുന്നതും മികച്ച ഫലം നൽകുന്നതുമായിരിക്കണം. ഇതാണ് ഗോൾഡി ലോക്സ് സോൺ എന്ന് പറയുന്നത്. ഒരു ശീലം വളരുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആവുകയും നിങ്ങൾക്ക് വിരസത തോന്നുകയും ചെയ്യും. ആ വിരസത ഒഴിവാക്കി താല്പര്യം നിലനിർത്താൻ ഗോൾഡി ലോക്സ് സോണിൽ തുടരുക എന്നതാണ് പ്രധാനം. വെല്ലുവിളികൾ വർദ്ധിപ്പിക്കുക. നിങ്ങൾ ഒരു കാര്യം നന്നായി ചെയ്യാൻ തുടങ്ങിയാൽ അടുത്ത ഘട്ടത്തിൽ ചെറിയൊരു വെല്ലുവിളി കൂടി ചേർക്കുക. ഉദാഹരണത്തിന് 10 പുഷപ്പുകൾ എടുത്ത് അത് നിങ്ങൾക്ക് അനായാസമായി ചെയ്യാൻ പരുവത്തിലായി കഴിഞ്ഞാൽ പിന്നീട് അത് 12ഉം 15ഉം 20ഉം ഒക്കെയാക്കി മാറ്റുക. മറ്റൊന്ന് വിരസതയെ മറികടക്കുകയാണ്. വിജയകരമായ ആളുകൾക്കൊരു രഹസ്യമുണ്ട്. അവർ വിരസമാകുമ്പോൾ പോലും സ്ഥിരമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവർ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും ആവേശകരമായിരിക്കില്ല, പക്ഷെ കൃത്യമായ വെല്ലുവിളി നൽകുന്നതുകൊണ്ട് അവർക്ക് ആ ഒരു ഫ്ലോ, ആ ഒരു പ്രവാഹത്തിന്റെ അവസ്ഥയിൽ തുടരാൻ സാധിക്കുന്നു. ചുരുക്കത്തിൽ
വിജയകരമായ ശീലങ്ങൾ നിലനിർത്താൻ നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ച് ആ ശീലത്തിന്റെ പ്രയാസം ക്രമീകരിക്കുകയാണ് വേണ്ടത് എന്നാണ് ഗോൾഡിലോക്സ് സോൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതൊരു വിരസതയുടെയും പരാജയത്തിന്റെയും കഥ കൂടിയാണ്. നിങ്ങളുടെ ടാസ്ക് വളരെ എളുപ്പമാണെങ്കിൽ നിങ്ങൾക്ക് വിരസത തോന്നും. വളരെ പ്രയാസമാണെങ്കിൽ നിങ്ങൾക്ക് വിഷമം തോന്നുകയും ചെയ്യും. അവ ഉപേക്ഷിക്കുകയും ചെയ്യും. ഗോൾഡിലോക്സ് സോൺ എന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ 4% മാത്രം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയാണ്. പുതിയ ശീലങ്ങൾ വളരുമ്പോൾ ചെറിയ തോതിൽ മാത്രം വെല്ലുവിളികൾ വർദ്ധിപ്പിക്കുക. 5 മിനിറ്റ് വ്യായാമം ചെയ്തെങ്കിൽ അടുത്ത ആഴ്ച 6 മിനിറ്റ് ആക്കുക. ഇത് നിങ്ങളുടെ മോട്ടോർ സൈക്കിളിന് ഗിയർ മാറ്റുന്നത് പോലെയാണ്. ശീലം ഓട്ടോമാറ്റിക് ആകുമ്പോൾ അടുത്ത ലെവലിലേക്ക് മാറുക. സ്ഥിരമായ ചെറിയ വെല്ലുവിളികളിലൂടെ മാത്രമേ യഥാർത്ഥ വൈദഗ്ധ്യം നിങ്ങൾക്ക് നേടാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. ചാപ്റ്റർ 7 അവസാന വാക്ക്. ഒരിക്കലും നിർത്തരുത്. നെവർ സ്റ്റോപ്പ്. നല്ല ശീലം ദിവസവും ചെയ്യുന്നതിനേക്കാൾ പ്രധാനം 2 തവണ പോലും അത് മുറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ്. നിങ്ങളുടെ ശീലം ഒരു മാലയിലെ മുത്തുകൾ പോലെയാണ്. ഒരു ദിവസം തെറ്റിയാൽ ഒരു മുത്ത് കൊഴിഞ്ഞു പോയെന്ന് കരുതുക. തുടർച്ചയായി ചെയ്യുന്നത് നിർത്താതിരിക്കുക. നിങ്ങൾ ഒരു ദിവസം തെറ്റിച്ചാൽ അടുത്ത ദിവസം ഉടൻ തന്നെ ട്രാക്കിലേക്ക് തിരികെ വരണം. അതിനെ ക്ലിയർ നെവർ മിസ് ട്വൈസ് എന്ന് വിളിക്കുന്നു. ശീലങ്ങൾ പൂർണ്ണതയെക്കുറിച്ചുള്ളതല്ല, തുടർച്ചയായ പ്രക്രിയയെക്കുറിച്ചാണ്. നിങ്ങൾ തെറ്റുകൾ വരുത്തും, പക്ഷേ ആ തെറ്റുകൾ നിങ്ങളുടെ യാത്രയുടെ അവസാനമാകരുത്. ഓരോ തെറ്റിനും ശേഷം കൂടുതൽ വേഗത്തിൽ തിരിച്ചു വരുന്നവരാണ് യഥാർത്ഥ വിജയികൾ. ആക്ഷൻ പ്ലാൻ. ആറ്റമിക് ഹാബിറ്റ്സ് എന്ന ഈ പുസ്തകം നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. നിങ്ങളുടെ ഭാവി നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ചെറിയ കാര്യങ്ങളുടെ ഫലമാണ്. വലിയ സ്വപ്നങ്ങൾ കാണുക, പക്ഷേ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നിങ്ങളുടെ സിസ്റ്റത്തിലാണ്, അല്ലാതെ ലക്ഷ്യങ്ങളിലല്ല. ഇന്ന് തന്നെ ആരംഭിക്കുക. നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഒരു ചെറിയ മാറ്റം കണ്ടെത്തുക. 2 മിനിറ്റ് നിയമം ഉപയോഗിച്ച് ഒരു പുതിയ ശീലം ആരംഭിക്കുക. അത് എളുപ്പമാക്കുക. 4 നിയമങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ചുറ്റുപാടുകൾ ശീലത്തിന് അനുകൂലമാക്കുക. ഇക്കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞുപോയ 7 അധ്യായങ്ങളിൽ നമ്മൾ കണ്ടത്. നമ്മൾ കണ്ട ഈ 7 അധ്യായങ്ങൾ ഒരു ചെറിയ ചുവടുവെപ്പാണ്. നിങ്ങൾ ഈ പുസ്തകം സ്വന്തമാക്കണം, അതുപോലെ തന്നെ സ്വന്തമായി വായിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന രഹസ്യങ്ങളുടെ ഒരു മാസ്റ്റർ കീ ഈ പുസ്തകത്തിലുണ്ട്. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ മാറ്റത്തിനായുള്ള ഈ യാത്രയിൽ ഞങ്ങളെ പിന്തുണയ്ക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. പിന്നെ മറക്കാതിരിക്കുക, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നത് ഏറ്റവും ചെറിയ ശീലങ്ങളിലൂടെയാണ് എന്ന കാര്യം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഓരോ ചെറിയ മാറ്റങ്ങളും നിങ്ങൾ ആഘോഷിക്കുക. അത് വലിയ മാറ്റങ്ങളിലേക്കുള്ള ചുവടുവെപ്പാണെന്ന് തിരിച്ചറിയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഗുഡ് ഹാബിറ്റ്സ് എന്ന് കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.